ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിക്ക് രേവതി മേടിച്ചു കൊടുത്ത കാറും കൊണ്ടിട്ട് വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കാണിക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, 1 ലക്ഷം രൂപയൊക്കെ വരുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, 1 ലക്ഷം രൂപയ്ക്കാണെങ്കിലും എന്റെ ഭാര്യ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ചു തന്നതാണ്. എന്റെ ഭാര്യ മലേഷ്യക്കാരിയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന്റെ അല്ല 10 കോടിയുടെ വരെ കാർ എനിക്ക് മേടിച്ചു തരുമായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കരമായിട്ട് അത് കൊള്ളുന്നുണ്ട്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതിയെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തത് കൊണ്ടാണ്. അതിനാൻറ്റി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എന്താ ശ്രുതി ഒന്നും അറിയാത്ത പോലെ പറയുന്നത്, നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രുതി ഇന്ന് വലിയ മുതലാളിയായേനെ, എന്നാ നീ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കും ശ്രുതിയോട് സ്നേഹമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ വായോണ്ട് പറച്ചില് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സച്ചിയുടെ രേവതിയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്, സച്ചി ശരിക്കും രേവതിയെ നോക്കുന്ന പോലുമില്ല. ഒരു സമയം അവളെ കൊഞ്ചിക്കുന്നു, ഒരു സമയത്ത് അവളെ ചവിട്ടി മെതിക്കുന്നു. എന്തിന്, രേവതിയുടെ അനിയന്റെ കൈവരെ അവൻ തല്ലി ഓടിച്ചു. ശരിക്കും ഒരു ഭർത്താവിന്റെ ഒരു കാര്യം അവൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും രേവതി കണ്ടില്ലേ അവന് കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ സുധിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ കൊടുത്തു വെക്കണം. ഇത്രയും നാള് നല്ല രീതിയിലല്ലേ നിന്നെ നോക്കിയത്, ദേഷ്യത്തോടു കൂടി ഒരു വാക്ക് പോലും നിന്റെ അടുത്ത് അവൻ പറയില്ല. എന്നാ അവന് വേണ്ടിട്ട് നീ എന്താ ചെയ്തത്, എന്റെ പേരിലുണ്ടായിരുന്ന കടപ്പേര് മാറ്റി. എന്നാ സുധിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ള കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാല് അവനെ നീ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ആന്റി, സുധി എല്ലായിടത്തും പോയിട്ട് ജോലി വിട്ട് വരുന്നതിന് എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈകെട്ടി നിൽക്കാൻ വേണ്ടിട്ട് അവന് പറ്റില്ല. അവൻ മുതലാളിയായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തേണ്ടവനാണ്. അതിനൊരു വഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഇപ്പൊ കണ്ടില്ലേ, കാറ് സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ട് പുറകിൽ നിന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കാറ് സ്റ്റാർട്ട് ആവില്ലേ? അതുപോലെ തന്നെയാണ് സുധിയും. എവിടെയാണ് തുടങ്ങേണ്ടതെന്നുള്ള കാര്യം അറിയാതെ ഇങ്ങനെ നടക്കുവാണ്. അവനെ മുന്നിൽ ആരെങ്കിലും തള്ളിവിടാനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആന്റി പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ നിന്റെ അച്ഛനടുത്ത് സംസാരിക്കേ. ആന്റി, അച്ഛനിപ്പോ ടൂറിലാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രമതി ഇരുന്നോടത്ത് എണീക്കുകയാണ് കേട്ടോ. അത്രയും വലിയ പണക്കാരനായിട്ട് കയ്യിൽ 2 ഫോൺ പോലും വെക്കില്ലേ? ടൂറ് പോയാൽ എന്താ ഫോണിൽ പോലും സംസാരിക്കില്ലേ? നീ എന്താ ചെയ്യാന്നുള്ള കാര്യം ഒന്നും എനിക്കറിയണ്ട. നീ ഇപ്പൊ തന്നെ സംസാരിച്ചിട്ട് ശ്രുതിക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള വഴി നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ ഇളയച്ചനടുത്ത് ഞാൻ സംസാരിക്കാം, നീ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യ്, ഞാൻ സംസാരിക്കാം. ഇല്ല ആന്റി, ഇളയച്ചൻ കുറച്ച് ജോലിയിലാണെന്നുള്ള കാര്യം പറയുമ്പോ എനിക്ക് സാരിയൊക്കെ എടുത്തിട്ട് കൊറിയർ ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് സമയമുണ്ടല്ലോ, ഫോണിൽ സംസാരിക്കാൻ വേണ്ടിട്ട് നേരമില്ലേ, നീ ഫോൺ എടുത്തതാ ഞാൻ സംസാരിക്കാന്ന് പറയുമ്പോ വേണ്ട ആന്റി, ആദ്യം ഞാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കട്ടെ എന്ന് പറയണേ. സംസാരിക്കാന്ന് പറയാല്ലാണ്ട് നീ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇന്ന് സംസാരിച്ചോളാം ആന്റി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഇന്ന് ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കണം. ശരി ആന്റി, ശ്രുതിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സംസാരിച്ചു നോക്കാം. ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ ഭാവി നന്നായിരിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നത്. തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പൊ രേവതി എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രേവതി ചായ ഉണ്ടാക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരൂ, ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. രേവതി അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുകയാണേ. എന്താ, പൂ വെച്ച് വന്ന കാര്യത്തെ കുറിച്ചാണോ, അത് സച്ചിയായിട്ട് മേടിച്ചു തന്നുള്ള കാര്യം പറയാണ്. അതിനെ കുറിച്ചല്ല, പുതിയ കാറ് എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എങ്ങനെയെന്നുള്ള കാര്യം ചോദിച്ചാൽ സച്ചിയായിട്ട് ഓടിച്ചിട്ടാ വന്നത്. അത് എനിക്ക് അറിയില്ലെന്നാണോ വിചാരിച്ചത്, കാറ് തനിയെ പിന്നെ വരില്ലല്ലോ. എങ്ങനെയാ മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ കാശ് കൊടുത്തിട്ട് പിന്നെ ചുമ്മാ ആരെങ്കിലും തരുമോ? സെക്കൻഡ് ഹാൻഡിൽ കാറ് മേടിക്കുവാണെന്നുണ്ടെങ്കിലും ഒരു 2-3 ലാക്സ് ഒക്കെ ആവുമല്ലോ. ആവുന്ന രേവതി പറയുന്നുണ്ട്. അതെങ്ങനെ രേവതിയെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റിയത്? എങ്ങനെയെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പൂവിന്റെ ഓർഡർ വന്നതുകൊണ്ടെന്നുള്ള കാര്യം പറയണേ. മാല കെട്ടിയിട്ടൊക്കെ ഇത്രയും വലിയ കാറ് മേടിച്ചു കൊടുക്കാനുള്ള പണമൊക്കെ കിട്ടും, വലിയ ഓർഡർ വന്നില്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ എന്താ രേവതി പറയുന്നത്, 1 ലക്ഷം മാലയൊന്നുമല്ലല്ലോ കെട്ടിയത്, വെറും 500 മാലയല്ലേ? അപ്പോഴേക്കും നമ്മുടെ വർഷം ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത്ര പണമൊന്നും ഒരിക്കലും കിട്ടില്ല, ചുമ്മാ പറയരുതെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനെന്തിനാ ചുമ്മാ പറയുന്നത്, സത്യമായിട്ടും ആ വന്ന പണം കൊണ്ടാണ് കാറ് മേടിച്ചത്. എത്രയോ പേര് വലിയ വലിയ ഇവന്റ്സിനൊക്കെ മാല കെട്ടിക്കൊടുക്കുന്നൊക്കെ ഉണ്ട്, അവരൊക്കെ കാറ് മേടിക്കുകയാണോ ചെയ്യുന്നത്? നീ എന്താ ചോദിച്ചുകൊണ്ട് വരുന്നതെന്നുള്ള കാര്യം രേവതി കുറച്ച് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ടേ. അല്ല രേവതി, ഇത്രയും പണം വേറെ എന്തോ രീതിയിൽ റെഡിയാക്കി എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്, കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറെ എങ്ങനെയെന്ന് ചോദിക്കുകയാണ്. കടന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സച്ചി തന്നെ പോയി മേടിച്ചിട്ട് നീ മേടിച്ചതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതെന്തിനാ സച്ചിയേട്ടൻ അങ്ങനെ കള്ളം പറയുന്നത്? അല്ല, സച്ചി കള്ളം പറഞ്ഞു എന്ന് പറയല്ല, ഒരു രേവതിയെ ഒന്ന് പൊക്കി കാണിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം സച്ചിയേട്ടനില്ല. എന്തിനാ രേവതി ടെൻഷൻ ആവുന്നത്, ഞാൻ ചുമ്മാ ഒരു ഇതുപോലെ ചോദിച്ചതെന്നുള്ള കാര്യം ശ്രുതി പറയാണ്. പെട്ടെന്ന് കാറ് മേടിക്കാനുള്ള കാശൊക്കെ വന്നില്ലേ, അപ്പോ അതുകൊണ്ടാണ്.
മൊത്തം കാശ് കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് കുറച്ച് പണം കൊടുത്തിട്ട് ബാക്കി ലോൺ ഇട്ടോ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോ രേവതി തന്നെയാണല്ലോ ഇത് മേടിച്ചു കൊടുത്തത്. അതേ ശ്രുതി, എന്തിനാ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഇതിൽ എന്ത് തെറ്റാ ഉള്ളതെന്ന് രേവതി, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ മറ്റിടത്തും വരും. ഇപ്പോ നിങ്ങൾ കാറ് മേടിച്ചു കൊടുത്തത് കൊണ്ട് എനിക്കാണ് പ്രശ്നം. ശ്രുതി എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ, എന്താ പ്രശ്നം? ഒന്നുമില്ല സച്ചി, എപ്പോഴും നിന്റെ അടുത്ത് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിന്റെ അനിയന്റെ കയ്യും ഉടച്ചു. അങ്ങനെയൊക്കെ ആയിട്ടും സച്ചിക്ക് നീ കാറ് മേടിച്ചു കൊടുത്തില്ല എന്ന് കരുതിയിട്ട് എന്താ ശ്രുതി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടി വരിക തന്നെ ചെയ്യും എന്ന് കരുതിയിട്ട് സച്ചിയേട്ടനെ മേലെ എനിക്ക് ഒരു സ്നേഹം ഇല്ലാണ്ടിരിക്കുവോ? സച്ചി എപ്പോഴും നിന്റെ അടുത്ത് ദേഷ്യത്തിലല്ലേ നടക്കാറുള്ള എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ മാത്രമല്ല സ്നേഹത്തോടും കൂടി നടക്കാറുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ സ്വന്തമായിട്ടൊരു പൂക്കടയൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അതിന് ഇനി മാത്രം കാശൊന്നും ആയിട്ടുണ്ടാവില്ല. എന്നാ രേവതി ഭയങ്കര കൂടുതലായിട്ട് ചെലവ് ചെയ്തില്ല. പണത്തിൽ എന്താ ശ്രുതി ഉള്ളത്? നമുക്ക് ഒരാൾ തരുന്ന സ്നേഹത്തിന്റെ മുമ്പിൽ പണമൊന്നും ഒന്നുമല്ല. അത് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കി ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യും. അതിൽ എന്തോ ഒരു സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം അറിയോ? ആണെങ്കിൽ പോലും എപ്പോഴും നിന്നെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കണേ ശ്രുതി. എന്തായാലും രേവതിക്ക് 1 ലക്ഷം അതിൽ മുകളിൽ ചെലവായിട്ടുണ്ടാവില്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ട് ഇത്രയും നേരം വർഷം പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പൊ അങ്ങോട്ട് കയറി വന്നിട്ട് ശ്രുതി ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാല് രേവതി ചേച്ചിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ ചോദിക്കുന്നതാണല്ലോ തോന്നുന്നത്. ഇല്ല, ചുമ്മാ എന്നുള്ള കാര്യം പറയുമ്പോ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഒരു പെണ്ണിന്റെ അടുത്ത് വയസ്സും അതുപോലെ ഒരു ചെക്കൻ്റെ അടുത്ത് സാലറിയും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു 3rd പേഴ്സൺ ചോദിക്കാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഷോക്ക് അടിച്ച പോലെ ആവാണ് കേട്ടോ. ശ്രുതി, നമ്മൾ 3ാമത്തെ മനുഷ്യനല്ലല്ലോ. നമ്മുടെ രേവതിയുടെ അടുത്തല്ലേ ചോദിച്ചത്. നമ്മൾ എത്ര വേണമെങ്കിലും ക്ലോസ് ആയിരിക്കും ശ്രുതി ചേച്ചി, പക്ഷെ അതിനൊരു ബൗണ്ടറി ഉണ്ട്. രേവതി അങ്ങനെ തെറ്റായിട്ടൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. രേവതി അങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ഇല്ല എന്ന് പറയാണ് കേട്ടോ. അവരങ്ങനെ പറയുള്ളൂ. നമ്മൾക്ക് ഒരു ലൈൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അവിടെ നമ്മൾ നിൽക്കണം. അടിയുണ്ടാക്കുന്ന ഭർത്താക്കന്മാർക്ക് എന്താ കാറ് മേടിച്ചു കൊടുക്കാൻ പാടില്ല എന്നിട്ടുണ്ടോ? അടിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ കെയർ ഉണ്ടാവില്ലേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല എന്ന് ശ്രുതി പറയുമ്പോൾ ഞാനും കല്യാണത്തിന് മുമ്പ് അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പരിഗണന തന്നിട്ടില്ലെങ്കിലും നമ്മൾ പരിഗണിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കല്യാണത്തിന് ശേഷമാണ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എനിക്കും അതുപോലെ ശ്രീകാന്തിനും ഇടയിൽ ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഉടനെ തന്നെ കോംപ്രമൈസ് ആകും. രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് കുറച്ച് കൂടുതലായിട്ട് അടിയുണ്ടാക്കും എന്ന് കരുതിയിട്ട് അവർക്കിടയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ് പറയുന്നത്. ഉണ്ടാകുമെന്ന് പറയാണേ നമ്മുടെ ശ്രുതി. പിന്നെ എന്താണ്, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ അടിയുണ്ടാക്കിയിട്ട് ടെറസിൽ പോയി കിടന്നു. ശ്രുതിയുടെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ക്യാഷ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ആന്റി പറഞ്ഞു. അതുവരെ പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ മേലുള്ള കെയർ കൊണ്ടല്ലേ ചെയ്യുന്നത്? അത് തന്നെയാണ് രേവതി ചേച്ചി അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കാറ് മേടിച്ചു കൊടുക്കുന്നു. അത് ശരിക്കും അഭിമാനിക്കേണ്ട കാര്യമല്ലേ? ഒരു വുമൺ പൂ കെട്ടിയിട്ട് അവരുടെ ഹസ്ബൻഡിന് കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് എന്തോ ഒരു ഇൻസ്പിറേഷൻ എന്നറിയോ? അതിനെ പ്രോത്സാഹിക്കാതെ എന്തിനാ ചേച്ചി ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ വർഷ. ഇല്ല, ചുമ്മാ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ ഇത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് രേവതിക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഇതാ ടീ എന്ന് പറഞ്ഞിട്ട് രേവതി ശ്രുതിക്ക് നേരെ നീട്ടുന്ന സമയത്ത് എന്തിനാന്ന് ചോദിക്കണേ. അല്ല, തലവേദനിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണെ. ശരി എന്ന് പറഞ്ഞിട്ട് ചായ മേടിച്ചിട്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. തുടർന്ന് മഹിമ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഓടി വരുന്നുണ്ട് കേട്ടോ. എന്താ വന്ന കാലത്ത് തന്നെ നിൽക്കുന്നത്, ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ മഹിമ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ആന്റി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ചെല്ലുന്നുണ്ട്. രേവതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വിളിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആന്റി രേവതി ഇവിടെ ഇല്ല. ഈ സമയത്ത് രേവതി എവിടെയാ പോയത്? വന്നവർക്ക് ചായ കൊടുക്കണ്ടേ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് എന്തോ പൂ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, ഉടനെ വരാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇവള് പൂക്കട തുടങ്ങിയതിന് ശേഷം ഇവളൊരു കാര്യം സഹിക്കാൻ വയ്യാന്നൊക്കെ പറയുമ്പോ രേവതി എന്തോ കട വെച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ പറഞ്ഞു. പുറമേ കാണുന്ന ആ കടയല്ലേ നിങ്ങളുടെ പേരല്ലേ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അവര് എന്റെ പേരങ്ങ് വെച്ചു, അത്രേ ഉള്ളൂ. ശ്രുതിയും നിങ്ങളുടെ പേരിൽ തന്നെയല്ലേ പാർലർ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കഴിഞ്ഞു പോയ വിഷയം വെറുതെ ആവശ്യമില്ലാതെ പൊക്കിക്കൊണ്ടുവരുവാണ് സ്ത്രീ. ആ സമയത്ത് ചന്ദ്രമതി ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണല്ലോ. ആന്റി ഞാൻ നിങ്ങൾക്ക് കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും വേണ്ട എന്ന് പറയണേ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ അയ്യോ വർഷയും ശ്രീകാന്തും വന്നിട്ടില്ല എന്ന് പറയണേ. ഞാൻ നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കാനാ വന്നത്. ശ്രീകാന്തിന്റെ അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് പുറത്തു പോയിരിക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്ദ്രമതിയുടെ അടുത്ത് കാര്യം പറയാം. ഞങ്ങളുടെ മകളുടെ കല്യാണം
ഞങ്ങളുടെ ഇതില്ലാണ്ടാണ് നടന്നത്. അതെ, ശ്രീകാന്തും ഞങ്ങളുടെ അടുത്ത് പറയാണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. കല്യാണം എങ്ങനെ നടന്നു കഴിഞ്ഞാലും അവരിപ്പോ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്. ശ്രീകാന്തും നന്നായിട്ട് അവളെ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതേ മഹിമേ, എന്റെ മകൻ വർഷയെ കണ്ണിനുള്ളിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അവര് സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആഴ്ചയിൽ എത്ര തവണയാണ് അവർ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്നത്, എന്നിട്ട് എന്ത് കള്ളത്തര ആന്റി പറയുന്നത് കണ്ടു. കള്ളം പറയുന്ന കാര്യത്തിൽ നമ്മളെ മറികടക്കുന്നാണല്ലോ തോന്നുന്നത് ആന്റി. കല്യാണം എന്തായാലും എല്ലാവരും അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയണേ. എന്തിനെ കുറിച്ചാ പറയുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങിനെ കുറിച്ചിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് നാളായില്ലേ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയാൻ കേട്ടോ. അതെ, ഈ ആഴ്ചയിൽ തന്നെ നല്ലൊരു നാൾ നോക്കിയിട്ട് ഒരു ഫംഗ്ഷൻ പോലെ നടത്താം എന്നാണ് ശ്രുതി വർഷയുടെ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതെ, നല്ല കാര്യമാണ്, നമുക്ക് എന്തായാലും നടത്താം. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിനക്ക് ഇതുവരെ താലി പിരിച്ച് കോർത്തില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ? ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും ഇതിനെ കുറിച്ച് സംസാരിച്ചില്ലേ? ശ്രുതിയുടെ അച്ഛന് കുറച്ച് ജോലി തിരക്കായതുകൊണ്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാനൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലല്ലോ എന്ന് മഹിമ ചോദിക്കുമ്പോ, ഇല്ല, നിങ്ങൾ പറയൂന്ന് പറയാണേ. അങ്ങനെയാണെങ്കിൽ വർഷയ്ക്ക് താലി പിരിച്ച് കോർക്കുന്ന അന്ന് തന്നെ ശ്രുതിയുടെ താലി പിരിച്ച് കോർക്കൽ ചടങ്ങും കൂടി ഒരുമിച്ച് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി, ആന്റി എന്തിനാ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയാണ്. അതല്ല ശ്രുതി, ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയാണ്, നിനക്കാണ് ആദ്യം അത് നടത്തേണ്ടത്. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, രണ്ടുപേർക്കും ഒരേ ദിവസം തന്നെ നടത്താം. ഞങ്ങൾ വലിയൊരു ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ട് രണ്ടുപേർക്കും അവിടെ തന്നെ വെച്ച് നടത്താം. എന്തായാലും മഹിമേ, നിങ്ങൾക്ക് വലിയ മനസ്സാന്നൊക്കെ പറയുമ്പോൾ ഇതിൽ എന്തായിരിക്കുന്നത്, നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലി അല്ലേ. എന്തായാലും വർഷയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയാം, നമുക്ക് ഒരുമിച്ച് നടത്താം എന്ന് പറയാണേ. പക്ഷേ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശരി, ഇതിനെക്കുറിച്ച് ഞാൻ രവേട്ടിൻ്റെ അടുത്ത് സംസാരിക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓക്കെ, എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, തീയതി കൺഫേം ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവാണ്. മഹിമ പോയി കഴിഞ്ഞ ശേഷം ശ്രുതി, ഞാൻ പറഞ്ഞത് നീയും കേട്ടല്ലോ, നിനക്കും വർഷയുടെ കൂടെ താലി പിരിച്ച് കോർക്കാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് ഉടനെ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറ. ശരി ആന്റി എന്ന് ആദ്യം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ചന്ദ്രമതി ഇങ്ങോട്ട് പോകുമ്പോൾ എന്റെ അച്ഛനോന്ന് ചോദിക്കുകയാണേ, നിന്റെ ഫംഗ്ഷന് നിന്റെ അച്ഛൻ്റെ അടുത്തല്ലേ വരാൻ വേണ്ടി പറയാൻ പറ്റുള്ളൂ? അല്ല ആന്റി, അവര് കുറച്ച് ജോലി തിരക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും എത്ര നാളത്തേക്കാണ് അത് തന്നെ പറയാൻ പോകുന്നത്? ഒരു 2 ദിവസത്തേക്ക് പോലും നിന്റെ അച്ഛന് നിനക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറ്റില്ലേ? ഇത്രയും നാളെ ഞാൻ സമാധാനമായിട്ട് നിന്നു, പക്ഷേ ഈ ഫംഗ്ഷന് നിന്റെ അച്ഛൻ വന്നേ പറ്റൂ. ഇല്ല ആന്റി, അവര് കുറച്ച് ബിസി ആയിരിക്കും. വേറെ ആർക്കും ജോലിയില്ല എന്നാണോ നീ കരുതിയിരിക്കുന്നത്? സ്വന്തം മകളെക്കാൾ എന്ത് ജോലി തിരക്കാണ് അവർക്ക്. ഈ തവണ ഒന്നും പറഞ്ഞൊഴിയാന്ന് വിചാരിക്കേണ്ട. വർഷയുടെ അമ്മേനെ കണ്ടില്ലേ, സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. നിന്റെ അച്ഛന്റെ ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് നോക്ക്, ഇത്തവണ അവരെന്തായാലും ഇവിടെ വന്നിരിക്കണം. നീ പറഞ്ഞ് വരാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇനിയും അവര് വന്നിട്ടില്ലെങ്കിൽ വേറെന്തോ പ്രശ്നമുണ്ടെന്നല്ല അതിനർത്ഥം. ഇല്ല ആന്റി, ഒരു പ്രശ്നവുമില്ല, ഞാൻ സംസാരിച്ചോളം വരാൻ വേണ്ടി പറയും. നിന്റെ നല്ലതിനും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവര് വന്നാലേ നിനക്കൊരു മര്യാദ ഉണ്ടാവുള്ളൂ. അവര് കൊണ്ടുവന്നിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കയറി പോവാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. തുടർന്ന് പാർലറിലാണ് കാണിക്കുന്നത്. മീര ചോദിക്കുന്നുണ്ട്, താലി പിരിച്ചു കോർക്കുന്നത് നല്ല കാര്യമല്ലേ, എപ്പോഴാണെങ്കിലും അത് ചെയ്തല്ലേ പറ്റൂ, അതിന് നീ എന്തിനാ കിടന്ന് ഇങ്ങനെ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. എന്റെ അച്ഛൻ വന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ആന്റി പറയുന്നത്. അവര് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നിനക്ക് ഒപ്പിച്ചൂടായിരുന്നോ? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവര് കേൾക്കുന്ന പോലെയൊന്നുമില്ല. ഇത് ആന്റിയുടെ ഗൗരവ പ്രശ്നമാണ്. എന്തായാലും എന്റെ അച്ഛൻ വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ആന്റി പറയുന്നത്. അപ്പോ നിന്റെ ഒരു കാര്യത്തിന് ഗേറ്റ് ഇട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നിനക്കറിയാലോ, പാർലറിന്റെ പേര് മാറ്റിയതിന് അവരെന്റെ അടുത്ത് എന്ത് രീതിയിലാണ് സംസാരിച്ചതെന്നുള്ള കാര്യം. ആളാകെ ഭാവമൊക്കെ മാറിയടി. അവർ ഇത്രയും നാളായിട്ട് രേവതിയുടെ അടുത്ത് പോലും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് എന്റെ അടുത്ത് സംസാരിച്ചത്. എത്ര നാളടി നീ പറയുന്ന കഥയൊക്കെ അവരും വിശ്വസിക്കുക? പാർലറിന്റെ അവസ്ഥ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞാൻ നിന്റെ അവസ്ഥ എന്താവൂടെ? ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ടെൻഷൻ ആവുന്നുണ്ട്. മീര, നീ എന്നെ വെറുതെ ഭയപ്പെടുത്തലെന്ന് പറയാണ്. എന്നാണ് എന്റെ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിച്ചും കൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പം നോക്കിയാലും ആന്റി ഇൻവെസ്റ്റിഗേറ്റർ പോലെ എന്റെ പുറകെ നടന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ആന്റി എന്റെ അടുത്ത് അത്ര ചിരിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. താലി പിരിച്ച് കോർക്കുന്നതിന് പണം റെഡിയാക്കും വേണം. അച്ഛൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ആന്റി പറയുന്നു. ഞാൻ ഏത് അച്ഛൻ്റെ അടുത്താ വരാൻ വേണ്ടി പറയേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ ഒറിജിനൽ അച്ഛൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവര് പ്രേതമായിട്ട് വരുള്ളൂ. ഇത്രയും നാള് എന്തെല്ലോ കഥ നീ പറഞ്ഞു, അതിനൊരു സീസൺ 2 റെഡിയാക്കുന്നത് നല്ലത്. പണവും ഏർപ്പാടാക്കണം. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് അധ്വാനിച്ചിട്ട് താലി മേടിച്ചു കൊടുക്കും. എന്തായാലും നിന്റെ ഭർത്താവിന്റെ അടുത്ത് നീ അത് പ്രതീക്ഷിക്കേണ്ട. നീ എന്തെങ്കിലും സമ്പാദിച്ചിട്ട് വേണം അവന് മേടിച്ചു കൊടുക്കാൻ.
അവനാണെന്നുണ്ടെങ്കിൽ കാനഡ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അവനെങ്കിലും കുറച്ച് സപ്പോർട്ടീവ് ആയാൽ മാത്രമേ എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശ്രുതി എന്താ ഇങ്ങനെയെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട, എല്ലാത്തിനും നമ്മൾ ഒരു വഴി കാണും പന്തിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. തുടർന്ന് മഹിമ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് എവിടെ പോയതായിരുന്നു മഹിമ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വർഷയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ്. അത് അവളുടെ വീടാന്നുള്ള കാര്യം നീ അങ്ങ് തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ് മധുസൂദനൻ. ശരി, ശ്രീകാന്തിന്റെ വീട്, അവിടെ പോയിട്ട് രവിയുടെ ഭാര്യയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് വരുവാണ്. ആ ലേഡിയുടെ അടുത്ത് നീ എന്താ സംസാരിക്കാൻ പോയത്? നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തിനെയും മൊത്തമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു. എന്തെന്നുള്ള കാര്യം മധുസൂദനൻ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വർഷയ്ക്ക് താലി പിരിച്ചു കോർക്കുന്ന ചടങ്ങ് നടത്താൻ വേണ്ടി പോവാണ്, ഒരു ഫംഗ്ഷൻ പോലെ. ആ ഒന്നുമില്ലാത്ത വീട്ടിലേക്ക് ഇനി ഒരു ഫംഗ്ഷൻ വെക്കേണ്ട കുറവും കൂടി മാത്രമേ ഉള്ളൂ. ആ ഫംഗ്ഷനിലാണ് നമ്മളേട്ടാ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫംഗ്ഷൻ നന്നായിട്ട് ഗ്രാൻഡായിട്ട് നടത്തിയിട്ട് പെണ്ണിനെയും ചെക്കനെയും ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞ് അവർ അയക്കും എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതെങ്ങനെയാ നടക്കുക? അത്രയ്ക്കും ഞാനൊരു പൊട്ടത്തിയല്ല ഏട്ടാന്ന് പറയണേ. ആ കുടുംബത്തെ വിളിച്ചു കൂട്ടിയിട്ട് ഫംഗ്ഷൻ വലുതാക്കി നടത്തണമെന്ന് നീ പറയുന്നു. അതെ, വലിയ മണ്ഡപം തന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വലിയ ഫംഗ്ഷനായിട്ട് നടത്തണം. ശരി, അങ്ങനെ നടത്തിയാലും വർഷയും ശ്രീകാന്തും ഇവിടേക്ക് വരുമെന്ന് ചോദിക്കുകയാണ്. അവര് വന്നിട്ടില്ല, പക്ഷെ നമ്മൾ അവരെ ഇങ്ങോട്ട് വരുത്തണം. അതെങ്ങനെ നടക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഫംഗ്ഷന് വന്നിരിക്കുന്ന വർഷയും ശ്രീകാന്തും തിരികെ രവിയുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, നമ്മുടെ വീട്ടിലേക്ക് വരണം. അതും മൊത്തമായിട്ട്. ചുമ്മാ വീട്ടിൽ വന്നിട്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടി പറയാം, പക്ഷെ മൊത്തമായിട്ട് എങ്ങനെ ഇവിടെ ഇരുത്തുക? നീ കുറച്ചെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ടാണ് മഹിമ സംസാരിക്കുന്നത്. ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷന് വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് എല്ലാ ദിവസവും ഇവിടെ നിർത്തേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. ശ്രീകാന്തിനെ ഈ വീട്ടിലെ മകനായിട്ട് ഇവിടെ തന്നെ ഇരുത്തണം എന്നുള്ള കാര്യം പറയുമ്പോൾ അവന്റെ കുടുംബത്തെ വിട്ടിട്ട് അവൻ എങ്ങനെ ഇങ്ങോട്ട് വരിക? ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറ്റില്ല എന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ? അതിന് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം നടക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ തന്നെ. അപ്പോ ഫംഗ്ഷനിൽ വെച്ച് നീ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണോ? എന്ത് പ്രശ്നം ഉണ്ടാക്കാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരുത്തൻ അവിടെ ഉള്ളത്. ആര്? ആ ജയിലിലേക്ക് പോയ സച്ചിയോ? അതെ, അവൻ തന്നെ. എന്റെ പ്ലാനിന്റെ മെയിൻ ടംകാർഡ് അവൻ തന്നെയാണ്. അവനെ വെച്ചിട്ടാണ് പ്രശ്നം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവനെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വഴിയെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ അവിടെ നിന്ന് എണ്ണീറ്റ് പോവാണേ. തുടർന്ന് രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിക്ക് അരികിലേക്ക് സച്ചി വരുന്നുണ്ട്. പുറത്തുനിന്ന് വരികയാണ്. രേവതി കണ്ട ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. നിനക്ക് ഞാൻ ഒരു കൂട്ടം അല്ല 2 കൂട്ടം എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഞാൻ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം ഓടുകയാണ് കേട്ടോ അടുക്കളയിലേക്ക്. പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള സമയമുണ്ടോ നോക്കുന്നുള്ള കാര്യം പറയാണ് കേട്ടോ. എന്തായാലും ഇന്ന് രാത്രിത്തേക്ക് പാലും ആവശ്യമുണ്ടെന്ന് പറയാണേ. അങ്ങനെ കയ്യിലൊരു പൊതി വെച്ചിട്ടാണ് കേട്ടോ സച്ചി അവിടെ പോയിരിക്കുന്നത്. ചന്ദ്രമതി ഡോർ തുറക്കുമ്പോഴേക്കും പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേക്കും സച്ചി ഇത് മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ അടുക്കളയിലേക്ക് ചെന്നിട്ട് രേവതി പാല് എവിടെ റെഡിയാണോ എന്ന് ചോദിക്കുകയാണേ. പാല് കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് മാവ് അരച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അരച്ചു എന്ന് പറയണേ. പാത്രമെല്ലാം സിങ്കിനകത്ത് അങ്ങനെ കൂടിക്കിടക്കുമായിരുന്നല്ലോ, ഇപ്പൊ കഴുകി വെച്ചു എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഹോട്ടലില് ജോലിക്കാരുടെ അടുത്ത് ചോദിക്കുന്നത് പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ എല്ലാം ഇവിടെ തന്നെ ചെയ്യണോ? മറ്റു 2 മരുമക്കളുടെ കയ്യിൽ എന്താ പൂ പൂത്തിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. വന്ന ഉടനെ തന്നെ അവനെ എരിപിരി കയറ്റി വിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ തീ കൊളുത്തുന്നതും കൊളുത്തി വെക്കുന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല. ചുമ്മാ എന്തിനാ എല്ലാ ജോലിയും അവളുടെ അടുത്ത് ചെയ്യാൻ പറയുന്നത്? കടയിൽ നോക്കിയിട്ട് അവൾ ഇവിടുത്തെ ജോലിയും ചെയ്യണോ? സച്ചിയുടെ അടുത്ത് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അമ്മ എല്ലാ ജോലിയും കഴിഞ്ഞു, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഒന്നും